സൂപ്പറാണ്. ചോര വനല്ലേ? 2-3 ദിവസം എന്തായാലും ഈ കാട്ടിൽ താമസിക്കേണ്ടി വരുന്ന പറയുന്നത്. ഡ്രസ്സ് പോലും മാറാനില്ലാതെ വന്നത്. ഇപ്പോഴാണ് ഇത് കണ്ടത്. പാമ്പ് നോക്കണം കേട്ടോ, പാമ്പ് വരുന്നുള്ളൊരു തണുപ്പുള്ള. അതെ, തണുപ്പ്. എൻ്റെ അനുഭവത്തിൽ എനിക്ക് ക്യാമറ ഓണാക്കി പിടിക്കാൻ തന്നെ എനിക്കൊരു മൂഡ് കിട്ടുന്നില്ല പേടിച്ചിട്ട്. എടാ ഞാൻ നോക്കി എടുക്കണ്ടേ, നീ ശ്രദ്ധിക്കണേ. ലൈഫിൽ ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ക്യാമ്പിംഗ് വീഡിയോ ചെയ്യുന്ന പണിക്കാരനും അതുപോലെ തന്നെ നമ്മുടെ മാഹിക്കാരനും കൂടിയിട്ട് ക്യാമ്പിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനും അതിൽ ഉൾപ്പെട്ടിട്ട് ഞാനും ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവരുടെ എന്താണ് അവരുടെ അനുഭവങ്ങൾ എന്നുള്ളത് എനിക്ക് പോയി നേരിട്ട് കണ്ടറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലേറ്റായിപ്പോയി. ലേറ്റായതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കര മൃഗങ്ങളൊക്കെ ഉള്ള ഒരു കാടാണ്, അവർ വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. ഇതാ പോകുന്നുണ്ടല്ലേ, ഇതാ കണ്ടില്ലേ, അവർ വിളിക്കുന്നുണ്ട്. ഓക്കെ എന്നല്ലേ? അപ്പോൾ വേഗം തന്നെ പോയി നോക്കട്ടെ കേട്ടോ. ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് പോയി നോക്കാം. ഓക്കെ. അയ്യോ, ഭയങ്കര എടാ ഞാൻ നോക്കി എടുക്കണ്ടേ, നീ ശ്രദ്ധിക്കണേ. അല്ല ഓനായിട്ട് പോയി മുന്നിൽ പോയി അസാസിനെ നോക്കി, അല്ല കുഴിയിലും പോയി ചാടലേ മാറി. എടാ അതല്ലടാ, ഇത് കിട്ടുന്ന മാക്സിമം ഉള്ളു ചോര വനല്ലേ. എടാ നോക്കണേ, നോക്കി പോന്ന ഉള്ളുണ്ടോ? അല്ല അവിടെ നിൽക്കുന്നേ, അയാളവിടെ നിന്നോളൂ, നീ വാ. ഓന്റെ കാര്യം നോക്കുക വേണ്ട. നടക്കുന്നേ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പണിക്കാരൻ, ഇത് മാഹിക്കാരൻ, ഇത് വണ്ടിയും. അപ്പോൾ ഞങ്ങളിങ്ങനെ ക്യാമ്പിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സുഹൃത്തായ വണ്ടിയും വലിയും ഇന്ന് ക്യാമ്പിങ്ങിന് വന്നതാണ്. ക്യാമ്പിങ്ങിന് വന്നിട്ട് ഒരു വണ്ടിയും വലി ആയി ആള്. അതായത് ഞങ്ങള് ഒരുപാട് നടന്നാണ് വന്നത്. അപ്പോൾ നടന്നതൊന്നും എല്ലാം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പുള്ളി പറയാണ് 1 മണിക്കൂറോളം നടന്നു, 1.5 മണിക്കൂർ നടന്നു. ആകെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും ഒരു 5 മിനിറ്റ് ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പുള്ളി പറയാ ഇത്രേ ഷൂട്ട് ചെയ്യണുള്ളൂ. ഇത്ര ഷൂട്ട് ചെയ്യാനാണ് 1.5 മണിക്കൂർ നടന്നു. ഇനി ഉള്ളിലേക്ക് പോകാണ്ടെന്നാ പറയുന്നത്. എനിക്കറിയില്ല കേട്ടോ. എനിക്കിപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടം വരെ എത്തിയിട്ട് ഇനി ഇത്രയും പോകണോ? നേരം വിളിക്കൂല നടന്നിട്ട് എത്താൻ. അത് മാത്രമല്ല, ഈ ചുറ്റുപാട് ഭയങ്കര പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഇവരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് പുറകെ കൂടിയതാണ്. അപ്പോൾ എന്താണെന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. തിരിച്ചു പോകാൻ പറ്റില്ല കേട്ടോ. തിരിച്ചു പോകാനൊന്നും ഇനി പറ്റൂല. എന്തായാലും 2 ദിവസം ഇവൻ ഞങ്ങളെ കൂടെ കൂടുമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. തിരിച്ചു വിടാനൊന്നും പറ്റുന്ന സാഹചര്യമല്ല. ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, ഒറ്റയ്ക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ പെട്ടുപോയി. ഇനി ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല. പകല് പോലും ഞാൻ ഇവിടുന്ന് ഒറ്റയ്ക്ക് പോകില്ല, എന്താ പറയാ. അപ്പോൾ എന്തായാലും നല്ല അനുഭവമാണ് കേട്ടോ. അപ്പോൾ അനുഭവം തുടങ്ങിയിട്ടേ ഉള്ളൂ മോനെ. അനുഭവം തുടങ്ങിയിട്ടില്ല, അനുഭവം ആവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇവർ 2 പേരുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞാൻ ഇറങ്ങിയത്. ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് മായിക്കാരനെ കാണൂല ചില സമയത്ത്. മായിക്കാരൻ അങ്ങനെ പ്രശ്നമുണ്ട്. ഇടയ്ക്ക് എന്തെങ്കിലും ഓന്ത്, പല്ലി, പാറ്റ ഇതൊക്കെ കാണുമ്പോൾ അതിനെ പിടിക്കാനൊക്കെ പോകും. പിന്നെ ഇവൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവനാണെങ്കിൽ ഇതിലങ്ങ് മുഴുകി നിൽക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ഇത് വേറെ ഒരു രീതിയാണ്. ഇവൻ ഇതിൽ ഫുൾ ഇൻവോൾവ് ആണ്. ഞാനപ്പോൾ ഇവരെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇവരെ അനുഭവം എന്താണെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ എനിക്ക് ക്യാമറ ഓണാക്കി പിടിക്കാൻ തന്നെ എനിക്കൊരു മൂഡ് കിട്ടുന്നില്ല പേടിച്ചിട്ട്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നോക്കി എന്തായാലും വഴിയെ കാണാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്യാം. എന്നിട്ട് കുറച്ച് വേണ്ടി എടുത്താൽ മതി. അതെ, കുറേ വിശേഷങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞു തുടങ്ങിയാൽ ഇപ്പോൾ നിർത്താൻ പറ്റില്ല. വരുന്ന അനുഭവം അല്ല നമുക്ക് പറയാനുള്ളത്. ഞാൻ ഒറ്റ കൈ കൊണ്ട് പിടിച്ചോക്കുന്നത് വലിയ വെയിറ്റ് ഉള്ള ട്രൈപ്പോഡാണ്. അപ്പോൾ എന്താണെന്നറിയോ, ഇനി കണ്ട് ബാക്കിയുള്ള മുന്നോട്ട് പോകാൻ നമുക്ക് കാണണം. ബാക്കിയുള്ള അനുഭവങ്ങൾ ഇപ്പം കാണിച്ചു തരും. എന്തൊക്കെയാണ് അഡ്വഞ്ചർ ക്യാമ്പിങ്ങിൽ നടക്കുന്നത്, എങ്ങനെയാണ് കുക്ക് ചെയ്യണത്, എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്, കഴിക്കുന്നത്, എല്ലാം ഇവനിലൂടെ നമുക്ക് കാണാം അല്ലേ. എനിക്ക് പറയാനുള്ള കാര്യം എന്താ അറിയോ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഇവരുടെ കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും
ലൈഫിൽ അത് സ്കിപ്പ് ചെയ്യരുത്. കാരണം എന്തുകൊണ്ടെന്നറിയോ, ഇവർ അത്രമാത്രം ഇതിൽ സമർപ്പിച്ചിട്ട് ഇതിൽ ഇത്രയും ഉള്ളിലേക്ക് ഞങ്ങളെ ക്യാമറ ട്രിക്കുകളും എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി ചോർത്താൻ വേണ്ടി വന്നാണ്. ചോർത്താൻ വന്ന എൻ്റെ ഒരു ജീവന്റെ വില നിങ്ങൾ കണക്കാക്കിയിട്ടെങ്കിലും ഞാൻ റിസ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ റിസ്ക് എന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ കൂടെ വരണം നിങ്ങളും കൂടെ. എന്നുവെച്ചാൽ സ്കിപ്പ് ചെയ്യരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ സബ്സ്ക്രൈബും ബാക്കിയുള്ള വീഡിയോ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് വീഡിയോ. എന്താണെന്നറിയോ, ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാനും കൂടി അത് പിന്നെ പറയാ, ഇനി സമയമുണ്ടല്ലോ, ഇപ്പോഴേ ടൈം പോകില്ലേ. ഓക്കെ ഓക്കെ വാ, ധൈര്യക്കുറവുള്ളത് കൊണ്ട് പറഞ്ഞെന്നുള്ളൂ അഡ്വാൻസ് ആയിട്ട്. ഓക്കെ, താങ്ക് യു. വരണം. ശരിക്കും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവരെ ക്യാമ്പിംഗ് എന്ന് പറയുന്നത്. ഇവരിങ്ങനെ സ്ഥലമൊക്കെ നോക്കുകയാണ്. ഇവിടെ എങ്ങനെ സ്ഥലം നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ടെൻറ്റ് വെക്കാനുള്ളതും അതുപോലെ ആമക്ക് കെട്ടാനുള്ളതൊക്കെ സ്ഥലമാണ് നോക്കുന്നത്. അതിനുള്ള മരം നോക്കുകയാണ് ഒരാൾ. അതുപോലെ പണിക്കാരൻ എന്താണെന്ന് വെച്ചാൽ അവന് ടെൻറ്റ് വെക്കണമെങ്കിൽ ഒരു സ്ഥലം വേണം. ആ സ്ഥലം ഇങ്ങനെ തപ്പിപ്പിടിച്ച് നോക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവർ പരിപാടി. ഇതാണ്ടില്ലേ, ബാഗും കാര്യങ്ങളൊക്കെ അത് അവിടെ വെച്ചിരിക്കുക. പിന്നെ ബാക്കിയുള്ളത് ഇനി അവരവിടെ പോയി സെറ്റാക്കുകയാണ്. സെറ്റാക്കുന്ന പരിപാടി തന്നെ കാണുന്ന സമയത്ത് എനിക്ക് പേടിയാവുന്നുണ്ട്. ടോർച്ചിലൊക്കെയാണ് ഇങ്ങനെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണെന്നുള്ളത് നമുക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലാകുന്നുണ്ട് കേട്ടോ. കണ്ടോ, സ്ഥലം കണ്ടോ? ആണോ? നമുക്കൊരു കാര്യം ചെയ്യണം, ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് വെളുപ്പിന് ഇവിടെ വിടാം. അല്ലെങ്കിൽ എന്താ പറയുക, രണ്ടില്ലാത്ത എനിക്ക് അതല്ല, വെളുക്കുമ്പോഴത്തേക്ക് ഇത് തീരോടാ ഷൂട്ടിങ്. ഷൂട്ടിങ്ങോ? ആ, വെളുക്കുമ്പോഴത്തേക്ക് ഷൂട്ടിങ് തീരുമോ? ക്യാമ്പിങ് തീരുമോ? ക്യാമ്പിങ് തീരുമോ? ആ, എന്താ വെച്ചാൽ ഇപ്പം തന്നെ നമ്മളിങ്ങനെ ഇനി നടക്കാനോ അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് പാചകം ചെയ്യൊക്കെ വേണ്ടേ? ഓക്കെ ഓക്കെ, നമുക്ക് വേഗം നോക്കാം. എന്നാൽ എന്താണെന്നറിയോ, ഇപ്പം ഞാനേ ഈ ആൽമരത്തിലും ഈ മുരിക്കിലും ആയിട്ട് നമുക്ക് കെട്ടാൻ പറ്റും നോക്കാം. ഓക്കെ, അപ്പം എൻ്റെ ബാഗൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വരണം. അപ്പം നിങ്ങൾ അവിടെ ടെൻറ്റ് സെറ്റ് ആക്കൂലേ? ഞങ്ങൾ ടെൻറ്റ് സെറ്റ് ആക്കാനുള്ള സ്ഥലം നോക്കാം. അല്ലെങ്കിൽ ഹെൽപ്പ് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. ഓക്കെ, സതീശൻ നോക്കിയിറങ്ങും കേട്ടോ. ഓക്കെ ഓക്കെ, നോക്കണം. ഇവർക്കിത് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. എനിക്കിത് ഇവരുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഞാൻ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എക്സ്പീരിയൻസ് നല്ലൊരു ക്യാമറമാൻ ആക്കി തരാം. എൻ്റെ പൊന്നെ, എനിക്കതിന് സാധിക്കുമോ? നിൻ്റെ അവൻ്റെയൊക്കെ അത്ര എനിക്ക് ധൈര്യമില്ല കേട്ടോ, അതാണ്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് കുറച്ച് വിറക് എടുക്കാൻ പോണോ? എവിടെ പോകും? കാട്ട് ആണോ? ഓക്കെ, വിറക് കിട്ടിയില്ലേ ആവശ്യത്തിന്? പണിക്കാരന് വിറകൊക്കെ തോന്നുന്നു. ഇതൊക്കെയാണ് ഇവരെ പരിപാടി കേട്ടോ. വിറക് അവിടെ ഇവിടെയൊക്കെ പെറുക്കി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. വെറുക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ഇങ്ങനെ തിരഞ്ഞു നടക്കണം. അപ്പോൾ പായിക്കാരൻ്റെ വെളിച്ചം ഒന്നും കാണുന്നില്ലല്ലോടാ. ഇനി അങ്ങോട്ട് നീ പോകുന്നത് എവിടെ വെച്ചിട്ട്? ഇനി വേണോ? ഒരു പോരാന്ന് അറിഞ്ഞു. ഇതെന്താ ഒന്നും ആവില്ല. ആണോ? നടത്തിന്നാല് പിന്നെ നീ എങ്ങോട്ട് പോകുന്നത്? നീ ഒറ്റയ്ക്ക് ഇങ്ങനെ തിരഞ്ഞു നടക്കുന്ന കാര്യം ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങോട്ട് കൊണ്ട തിരിച്ച് നടക്ക്. ഇതെവിടെ എന്നാ ഒരു ദിവസം. ആ വേണ്ട, ഞാൻ വിളിച്ചോളാം. എൻ്റെ കൈ ഒഴിവുണ്ട്. നമുക്കല്ലേ ഞാനാ പറയണെന്ന് ചോദിച്ചാൽ നല്ല സ്ഥലം, നല്ല സ്ഥലം ഉണ്ട് കേട്ടോ. ടെൻറ്റ് വെക്കാൻ പറ്റിയ സ്ഥലമാണ്. എന്താ വെച്ചാൽ ഈ നിരന്ന സ്ഥലത്തൊക്കെയാണ് ടെൻറ്റ് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നല്ല കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ വൻമരങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ. കാണാൻ പറ്റില്ല. മേലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒന്ന് മേലേക്ക് ടോർച്ചടിക്കും. ടോർച്ചില്ല, മറ്റേ ലൈറ്റാണ്. കാണൂലല്ലേ? ഇതാണല്ലേ, ഇതേപോലെ ഇങ്ങനെ വലിയ മരങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ മരങ്ങളുടെ ഇവിടെ കുറച്ച് ഒഴിവുണ്ട്. വലിയ 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 മരങ്ങളാണ്, കണ്ടില്ലേ? ഈ മരത്തിൻ്റെ ഇതാ ഇവിടെ ഈ ചുറ്റിനും അങ്ങനെ ഭയങ്കര മരങ്ങളാണ്. സാധനങ്ങളൊക്കെ എടുക്കാം. അതെ, മറക്കണ്ട കേട്ടോ. ഒന്നും മറന്നു പോണ്ടേ, കാരണം ചെറിയാൻ വഴി തെറ്റിപ്പോ. മായിക്കാരൻ എന്തായാലും നന്നായിട്ട് ഇവിടെ ടെൻറ്റ് അടിപൊളി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വൈബ് കേട്ടോ. നല്ല നീരൊരുവി, നല്ല ഉറവയാ.
യാ വെള്ളം എന്തെങ്കിലും ക്ഷാമം വരുമോ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അപ്പോഴാണ് ഇത് കണ്ടത്. പാമ്പ് നോക്കണം കേട്ടോ. പാമ്പ് വരും എന്നുള്ളൊരു പേടി. അതെ, തണുപ്പുണ്ട്. ഇവിടെ കണ്ട ആൽമരം. ഇതാണ് സെറ്റപ്പ് അല്ലേ? ആൽമരല്ലേ ഇത്? ആൽമരം തന്നെ. അതിലാണ് കെട്ടിയിരിക്കുന്നത് കേട്ടോ. ആമക്ക് കെട്ടിയത് എവിടെയാണല്ലേ? ഇതാണ് ഇവരെ പരിപാടി. ആമക്ക് കെട്ടി ഇവിടെ വെള്ളത്തിൽ ഒഴുകി പോവാകെ ഇല്ലല്ലേ? അതൊരു പരന്ന പാറയടാ. പരന്ന് പറയാമോ? ടേബിൾ പോലെ ഇരിക്കുകയാണ്. ആ അതെ അതെ അതെ, ഞാനത് ശ്രദ്ധിച്ചു. ആ അടിപൊളി, സൂപ്പർ. അപ്പം ഇങ്ങനെ ഇതൊക്കെ എങ്ങനെ ഇവിടെ നാച്ചുറലായിട്ട് നിങ്ങൾക്കായിട്ട് കൊണ്ടുവച്ച പോലെ ഉണ്ടല്ലോ ഇതൊക്കെ. ആ എന്താ വെള്ളം, ആ അടിപൊളി. ഇതാണ് പരിപാടി സെറ്റപ്പ്. പിന്നിൽ നോക്ക്, ഇവിടെയാണ് വെള്ളം കിടക്കുന്നത്. യാ എനിക്ക് കുറച്ച് നേരത്തെ വരാൻ കഴിയായിരുന്നു, നഷ്ടമായി പോയി കേട്ടോ. ഇതുപോലെയുള്ള ഒരുപാട് വിഷ്വൽസ് ഉണ്ടായിരുന്നു അല്ലേ? നേരത്തെ വരാൻ കഴിയുന്നു. നേരത്തെ വെച്ചാൽ നിങ്ങളുടെയൊക്കെ നേരത്തെ ഉള്ള വീഡിയോയിലൊന്നും എനിക്ക് ഉൾപ്പെടാൻ പറ്റിയില്ലല്ലോ. ഇത് നമ്മൾ പകല് കാണുന്ന പോലെയല്ല, ഇത് രാത്രിയിൽ ഈ ഓരോ വനത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇതേപോലെ ഒരു വൈബ് നമുക്ക് ആസ്വദിക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ട് ഉള്ളൊരു നഷ്ടമാണ്. ആസ്വദിക്കാൻ കഴിയായിരുന്നത്. പേടി പറഞ്ഞെങ്കിൽ എനിക്കിത് കണ്ടപ്പോൾ പേടി പെട്ടെന്ന് അങ്ങ് തണുപ്പുള്ള ഏരിയ അല്ലേ? ഇല്ലാതായിപ്പോയി. അയ്യോ, ഇതിലാണ് കിടക്കുന്നത് നിങ്ങൾ? ആമക്കേ അരെ വാ, ആണല്ലേ? യാ, ഇത് അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് മേലോട്ട് പോവാം. നമ്മള് വെള്ളം പോവല്ലേ? നടക്ക്. ഇവിടെ കിടന്നാ അപ്പൊ നിങ്ങൾ വിറകെടുക്കാൻ പോയില്ല? വിറകെടുക്കാൻ പോയിട്ട് നിരന്നൊരു സ്ഥലം കണ്ടു, അവിടത്തേക്ക് മാറ്റിയാ? അത് ശരി. അതൊക്കെ നിങ്ങളെ കാണുന്നില്ല. ഞാൻ കുറെ അപ്പോ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളെ പരിപാടി അല്ലേ? ബാക്കി കാണാൻ കിടക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ബാക്കിയല്ലേ? ഇല്ല, ഒരു സിഗ്നൽ തന്നാ മതി. തൊട്ട് മേളില് അടുത്തന്നെയാ, കുറച്ച് ദൂരം. ലൈറ്റ് കാണൂല, എങ്കിലും വിളിച്ചാൽ മതി. അങ്ങനെ മലവെള്ളം എന്തെങ്കിലും വരുന്നുണ്ട് പറയണേ. മഴ ഇല്ലല്ലോ. അല്ല, മഴ ഇവിടെ പെയ്യണമെന്നില്ല. കട്ടി ബാ. ഇതിലാണ് കിടക്കുന്നത് നിങ്ങള്? ആമക്കേ അരെ വാ, കിടക്കാൻ കുറച്ച് പക്ഷേ അത് കുറച്ച് ഹൈറ്റ് ഉണ്ടായാൽ നല്ലതാ. ആണല്ലേ? യാ, ഇത് അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് മേലോട്ട് പോവാം. നമ്മള് വെള്ളം പോവല്ലേ? നടക്ക്. ഇവിടെ കിടന്നാ വെച്ചത്. അപ്പൊ നിങ്ങൾ വിറകെടുക്കാൻ പോയില്ല? വിറകെടുക്കാൻ പോയിട്ട് നിരന്നൊരു സ്ഥലം കണ്ടു, അവിടത്തേക്ക് മാറ്റിയാ? അത് ശരി. അതൊക്കെ നിങ്ങളെ കാണുന്നില്ല. ഞാൻ കുറെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളെ പരിപാടി അല്ലേ? ബാക്കി കാണാൻ കിടക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ബാക്കിയല്ലേ? ഇല്ല, ഒരു സിഗ്നൽ തന്നാ മതി. തൊട്ട് മേളില് അടുത്തന്നെയാ, കുറച്ച് ദൂരം. ലൈറ്റ് കാണൂല, എങ്കിലും വിളിച്ചാൽ മതി. അങ്ങനെ മലവെള്ളം എന്തെങ്കിലും വരുന്നുണ്ട് പറയണേ. മഴ ഇല്ലല്ലോ. അല്ല, മഴ ഇവിടെ പെയ്യണമെന്നില്ല. അപ്പം എന്തായാലും മായിക്കാരനെ അവിടെ പോയി ക്യാമ്പ് ചെയ്യല്ലേ? അപ്പം നമുക്ക് പോവല്ലേ മേലേക്ക്? ഞാനൊന്ന് ക്യാമറ ഓണാക്കി വെച്ചോ. ഇങ്ങനൊരു സ്ഥലത്ത് കൂടെ പോകുമ്പോൾ ക്യാമറ മാത്രം നോക്കിയാൽ പോരാ കേട്ടോ, തറയും കൂടി നോക്കണേ. തറയും കൂടി നോക്കണം. എന്താ മോനെ ഈ മരത്തിലൊക്കെ? അയ്യോ, വലിയ മരങ്ങളാട്ടോ ഇവിടെ. വള്ളി, കാട്ടുവള്ളിയൊക്കെ. എന്തായാലും നല്ല വൈബ് തന്നെയാണ്. ഈ മാഹിക്കാരൻ എന്തായാലും അവിടെ ഒറ്റയ്ക്ക് ക്യാമ്പ് ചെയ്യാണ്. പിന്നെ എന്തായാലും ഞങ്ങൾ മുന്നോട്ട് കയറി നടന്നു. പിന്നെ കുറച്ചും കൂടി ഉള്ളിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ടെൻറ്റ് വെക്കാൻ പറ്റുന്നതായതുകൊണ്ട് ഇവിടെ ചെയ്യാണ്. പിന്നെ ഇവരുടെ എക്സ്പീരിയൻസ് എനിക്ക് നേരിട്ട് അറിയുന്നത് കൊണ്ട് ഇപ്പോൾ എനിക്ക് അതിൽ വേറൊരു ലോകത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്യാനുള്ളൊരു പരിപാടിയാണ് നോക്കുന്നത്. വിറക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെയുള്ള കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ ഇനി ബാക്കി ഇങ്ങോട്ട് കാണിക്കാനുണ്ട്. അതൊക്കെ കാണിക്കാം കേട്ടോ. ഇവരെ തീ കത്തിക്കുക, കുക്ക് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ ഇവരുടെ കഷ്ടപ്പാട് എന്താണെന്ന് നമ്മൾ വീഡിയോയിൽ കാണുന്ന സമയത്ത് മനസ്സിലാവില്ല. അപ്പം നേരിട്ട് മനസ്സിലാക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ഷോട്ടിൽ കാണാം. ഓക്കെ, ഹായ്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പണിക്കാരനെ നൗഷൂർ ടെൻ്റൊക്കെ വെച്ചിട്ടുണ്ട്, സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ടുണ്ട്. വിറക് പിടിക്കുകയാണ് അല്ലേ? കിട്ടിയിരുന്നല്ലോ ആവശ്യത്തിന്. വേണമെങ്കിൽ നമുക്ക് പോവാട്ടോ വിറകെടുക്കാൻ. ഓ, പിന്നെന്താ ധൈര്യത്തിന് കുറവ്? ഞാൻ നിൻ്റെ ഒപ്പം വന്നില്ലേ? ഇനി വരാം. അല്ല, നീ അവിടെ വിറകെടുക്കാൻ പോകുന്ന സമയത്ത് ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കില്ല. നീ എന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് നീ വിറകെടുക്കാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. എനിക്ക് പേടിയുണ്ടായിട്ടല്ല, നിന്നെ ഒറ്റയ്ക്ക് വിടാൻ എനിക്കൊരു പേടി, അതുകൊണ്ടാ. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇവരെ പരിപാടികൾ കേട്ടോ. ഇങ്ങനെ ടെൻറ്റ് വെച്ചു, ഇനി ഫുഡ് വെച്ച് കഴിക്കണം. അതിനുള്ള വിറകാണ് ഈ ഉണ്ടാക്കുന്നത് നൗഷു. അപ്പോൾ ഇതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോൾ മാഹിക്കാരനും ചെയ്യുന്നത്. മാഹിക്കാരൻ്റെ ഒരു സ്റ്റൈൽ വേറെയാണ്. പക്ഷേ ആ ഗ്രില്ല് കൊണ്ടുണ്ടല്ലോ. ആ ശരി. അപ്പോൾ നമ്മൾ ഇതിലാണ് പരിപാടി അല്ലേ?
ഓക്കെ, അപ്പോൾ നമുക്ക് വിറക് കുറച്ച് വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനൊന്ന് കയറി നോക്കട്ടെ കേട്ടോ നമ്മുടെ ടെൻറ്റിലേക്ക്. നൗഷു ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ടെൻ്റൊക്കെ വെച്ചിട്ടുണ്ട്, ബാഗൊക്കെ അകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അകത്തൊന്ന് കയറി നോക്കട്ടെ. എന്താ അടിപൊളി കേട്ടോ. എനിക്ക് എപ്പോഴും ഒരു തോന്നലുണ്ട് ഒന്ന് കയറി ഒന്ന് ഇങ്ങനെ കിടക്കണമെന്ന്. സൂപ്പറായിട്ടുണ്ട് എന്തായാലും സംഭവം. ഇത് നല്ലൊരു വൈബാണ് കേട്ടോ. ഇവനിങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ സിബൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് രാത്രിയിൽ ഇങ്ങനെ കിടന്നുറങ്ങും. വേണ്ട, ഇങ്ങനെ കിടന്നുറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ നേരം വെളുത്തിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യും. സേഫ്റ്റിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് എഴുതുന്നതൊന്നും കയറില്ല കേട്ടോ. അതാണ് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവാറുള്ളത്. പക്ഷെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ധൈര്യം വേണം. ആ ധൈര്യം എങ്ങനെയാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഓക്കെ, ഇനി അവൻ്റെ കാര്യങ്ങളിലേക്ക് അവൻ കിടക്കട്ടെ. ഞാൻ ഇതൊക്കെ കാണിക്കാനാണല്ലോ വന്നത്. ഓക്കെ, ഇവരുടെ പരിപാടിയൊക്കെ എങ്ങനെയാണ്? ഇത് തീയൊക്കെ ഏകദേശം കത്തിപ്പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാഹിക്കാരനും ഇത് അവിടേക്ക് വന്നിട്ടുണ്ട്. അവിടെ കാപ്പി വെച്ച് കഴിച്ചിട്ടുണ്ട് അല്ലേ? കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണ് അല്ലേ? ഒരു ബിരിയാണി ഒക്കെ സമയം കഴിഞ്ഞു. കുറച്ചിങ്ങനെ സംസാരിച്ചിരുന്നു ആണല്ലേ? ഇത്രയും സമയമൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നതെന്നുള്ള എനിക്ക് മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ ഒരുപാട് സമയമായി. ഇപ്പം 3 പ്രാവശ്യം ഞങ്ങൾ ചുള്ളി വെറുക്കാൻ പോയി കത്തായിട്ട്. ഒരുവിധം കത്തി വരികയാണ്. അപ്പോൾ ഈ റിസ്ക് എന്താണെന്ന് വെച്ചാൽ അറിയാനാണല്ലോ ഞാൻ വന്നത്. ഞാനൊന്ന് പോയി നോക്കട്ടെ. അവൻ ചിക്കൻ കഴുകാനായിട്ട് പോയിട്ടുണ്ട്. ചിക്കൻ കഴുകാനേ ആ അരുവിയിലേക്ക് പോയിട്ടുണ്ട്. പോയി നോക്കട്ടെ കേട്ടോ. നൗഷു കഴിഞ്ഞോ? ഇതാ പരിപാടിയില്ലേ? എന്താ മോനെ, അടിപൊളി വെള്ളമാണ് കേട്ടോ. പോരെ, ചിക്കൻ റെഡി. ഇങ്ങനെയാണ് പരിപാടി അല്ലേ? പോരെ, വെള്ളമൊക്കെ ഉള്ളിടത്ത് തന്നെയാണ് തിരഞ്ഞ് കണ്ടുപിടിക്കുക അല്ലേ? ഞാൻ ചെല്ലുന്നിടത്തിൽ വെള്ളമൊക്കെ ഉണ്ടാവും, റെഡി ആയിരിക്കും അല്ലേ? വെള്ളം ഇല്ലാത്തതിന് വെള്ളം നമ്മൾ കണ്ടുപിടിക്കണം, അതാണ് ടാസ്ക്. കോഴി കഴുകി കഴിഞ്ഞിട്ട് തീയൊക്കെ നല്ല കത്തിച്ച് നല്ല ചൂടാനുള്ള പരിപാടിയിലാണ്. ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. മാഹിക്കാരനുണ്ട് കൂടെ. എന്തായാലും എന്തൊക്കെ ചെയ്യുന്നത് നോട്ടെ പോയിട്ട്. ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി. എന്താണെങ്കിലും ആ അടിപൊളി സൂപ്പർ. ചിക്കൻ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറേ മസാലകളൊക്കെ ചേർത്തോ? കുറേയൊന്നും ചേർത്തിട്ടില്ല. കുറേയൊന്നും ചേർത്തില്ല. പക്ഷെ നീ അധികമൊന്നും ചേർക്കാതെ അന്ന് നീ എനിക്കൊരു പ്രാവശ്യം ഒരു ചിക്കൻ ചുട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര നല്ല ടേസ്റ്റ്. അത് അന്ന് ഞാൻ പറഞ്ഞില്ലേ, നീ കാര്യമായിട്ടൊന്നും ചേർത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അതിശയായി. എന്താ വെച്ചാൽ ഇവൻ്റെ ഒരു കൈപ്പുണ്യാണ് കേട്ടോ അത്. അല്ല, മായിക്കാരൻ അവിടുന്ന് പിന്നെ ക്യാമ്പിങ് കഴിഞ്ഞാ പരിപാടി കഴിഞ്ഞാ? അല്ല, ഫുഡ് അവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. ഫുഡ് ഞങ്ങൾ ഒന്നിച്ച് ചിക്കൻ വാങ്ങിക്കൊണ്ടോന്നല്ല, പിന്നെ ഞാൻ ഫുഡിനായിട്ട് വേറെ ഒന്നും കരുതിയിട്ടില്ല. ടേബിളൊക്കെ ഇട്ട് അവിടെ സ്റ്റൂളൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ചെയ്ത് ആമൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. നമ്മളെ കാണാൻ വന്നതല്ലേ? നമ്മളെ കണ്ടു കഴിഞ്ഞിട്ട് പോയി കിടന്നുറങ്ങും. എന്നാ നമുക്ക് ഇവിടെ തന്നെ കൂടാം. ഇവിടെ തന്നെ കൂടാ. ഉറക്കം വന്നാൽ അവിടെ പോയി ഹാമക്ക് പോയി കിടക്കാം. അല്ല, ഉറങ്ങുന്ന നമുക്ക് ഒരുമിച്ച് അങ്ങ് ഉറങ്ങിയാലോ? ഹാമക്കില്ല വേണ്ട അല്ലേ? അല്ല, നിങ്ങളെ ഇതിനകത്ത് 3 പേര് 3 ആൾക്ക് കിടക്കാൻ പറ്റില്ല അല്ലേ? നീ താഴെ പോയി കിടന്നോ? അങ്ങനെയല്ല, പക്ഷെ ഞാൻ ഹാമക്കിലൊന്നും കിടക്കില്ല. നിങ്ങൾ അവിടെ ഒറ്റയ്ക്ക് അവിടെ നടന്ന് എത്തുക എന്നുള്ളത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. പിന്നെ ഞാൻ അവിടെ ഒറ്റയ്ക്ക് കിടന്നുറങ്ങുക എന്നുള്ള കാര്യം എനിക്ക് ചിന്തിക്കാനാവില്ല. അതൊക്കെ നിങ്ങൾക്ക് തന്നെ പറ്റുള്ളൂ. എന്നാലും ഇത് എനിക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ തോന്നണേ. അടിപൊളി വൈബ് പൊളിച്ചു കേട്ടോ. സോളോ ചെയ്യാനൊന്നും എനിക്കാവില്ല സത്യമായിട്ട്. നമ്മൾ വെറുതെ ഒരു ഊക്ക് പറഞ്ഞു വിടല്ലോ. സംഭവം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ലൈഫിൽ ഇത് ആദ്യത്തെ അനുഭവം. ഒറ്റയ്ക്ക് ഒരു കാടിൻ്റെ ഉള്ളിൽ പകല് പോലും പോയിട്ടില്ലാത്ത ഞാൻ. നിങ്ങള് എപ്പോഴും പറയാറില്ല, ഞങ്ങളവിടെ ചായ കുടിക്കുമ്പോ നിങ്ങൾ പറയാറില്ലേ വൈകുന്നേരം ഒന്നിച്ച് കൂടുമ്പോ? അപ്പൊ ഞങ്ങള് പറഞ്ഞില്ലേ ഇത് കുറച്ച് റിസ്ക്കും ആണ്. അല്ല, എനിക്ക് ഏറെക്കുറെ അറിയാം. പക്ഷെ ഇത്രയും ഉള്ളിലേക്ക് പോയിട്ടില്ല. ഇത്രയും വലിയൊരു ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യം ഞാൻ ഇവൻ്റെ ഒപ്പം കൂടെ പോയിട്ടില്ല. പലപ്പോഴും വിളിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ അവൻ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഗൗരവം എനിക്ക് അറിയാമെങ്കിലും ഈ റിസ്ക് ഉണ്ടല്ലോ. ഇപ്പം ഇന്ന് വന്നത് ഒരു 1.5 മണിക്കൂർ നടന്നു വന്നിട്ട് ഒരു 5 മിനിറ്റിനേക്കുള്ളതാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് ആൾക്ക് ചിന്തിച്ചാൽ അറിയാവുന്നതാണ്. അപ്പോൾ എനിക്കിതിപ്പം ശരിക്കും നന്നായിട്ട് അത് ഫീൽ ആവുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങള് ഈ കാട്ടുവാസികള്, കാട്ടിലുള്ള ആളൊക്കെ അവര് ജീവിക്കുന്നുണ്ട്. പക്ഷെ അവര് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ക്യാമറ ആംഗിൾ സെറ്റ് ചെയ്യണം. അതും കൂടി ഒരു പാടാണ്, മനസ്സിലായില്ലേ? മാറ്റി വെക്കല്. നിങ്ങൾ ഒറ്റയ്ക്ക് ഒരെണ്ണം ഞാനിപ്പോൾ മനസ്സിലാക്കി. കാരണം വെച്ചാൽ ഒരു ക്യാമറ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതാ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചു. ഇത് വെച്ച് കഴിഞ്ഞിട്ട് ക്യാമറ മാറ്റി വെക്കാൻ പോവാണ്. അപ്പോൾ ഈ ക്യാമറ മാറ്റി വെക്കാൻ ഇതിന് വേറെ ഒരാളും ഇല്ല കൂടെ. എന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് പിന്നെയും നിങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ ക്യാമറയിൽ ഇതാ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇത്
അല്ലേ? ഇങ്ങനെയല്ലേ ചെയ്യുന്നത്? ഓരോരോ ഷോട്ട് കഴിയുമ്പോൾ ഓരോ ഷോട്ട് കഴിയുമ്പോൾ മാറ്റി മാറ്റി വെക്കുന്നത്. ഇനി ഇവിടുന്ന് തിരിച്ച് അവിടെ പോയിട്ട് തിരിച്ചു വെക്കുന്നത്. അപ്പോൾ പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ട് കേട്ടോ. ഏതാ? ചുറ്റുപാട് ഇത് അങ്ങനെയാണ്. അങ്ങനെയാണ്, കണ്ടില്ലേ? വലിയ മരങ്ങളൊക്കെയാണ്, കണ്ടില്ലേ? ഇങ്ങനെ ഭയങ്കര അങ്ങ് നോക്കിയാൽ കാണാൻ പറ്റില്ല, അത്രയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്കെന്തായാലും ഇത് അങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ കാണിക്കാനൊന്നും പറ്റില്ല, കാരണം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ചെയ്താൽ ഇങ്ങനെയുള്ള ഈ ഘോര വനത്തിൻ്റെ ഉള്ളിലാണ്. ഇതാ കണ്ടില്ല, വലിയ മരങ്ങളാണ്. വലിയ മരങ്ങൾ എന്ന് വെച്ചാൽ വളരെ ഭംഗിയുള്ള പടർന്ന് പന്തലിച്ച് മേലേക്ക് കയറിയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ പകൽ തന്നെ വന്നിട്ട് കാണണം കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വലിയ വലിയ മരങ്ങളുള്ള ഈ വലിയ കാട് പിടിച്ച ഈ സ്ഥലത്ത് ഇവിടെ ഒറ്റയ്ക്ക് വന്നിട്ട് ക്യാമ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ഫീല് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വന്ന് എന്നെപ്പോലെ ശരിക്കും ഇവരോട് കൂടെ ഒരുമിച്ചുണ്ടെങ്കിലാണ് നമുക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഭീകരത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര വൈബാണ് കേട്ടോ. ഈ വൈബ് ശരിക്കും ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും ഇതേപോലെ ഒറ്റയ്ക്ക് ഇവരുടെ കൂടെ തന്നെ വരണം. എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരെങ്ങനെയാണ് ഈ കാടിൻ്റെ ഉള്ളിലൊക്കെ എത്തിപ്പെട്ടിട്ട് ഒറ്റയ്ക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഓരോ ആംഗിളിലും മാറ്റി മാറ്റി വെച്ചിട്ട് പ്രേക്ഷകർക്ക് ഓരോ സംശയമുണ്ട് കൂടെ ഒരാളുണ്ടാവും എന്നുള്ളത്. കൈ കഴുകാത്ത ഒരാളും ഇല്ല. ഒന്നും കൂടി ഇളക്കിയിട്ട് ആംഗിൾ മാറ്റി വെക്കണം. അതിന് നീ കട്ട് ചെയ്താലും എനിക്ക് ആംഗിൾ മാറ്റി വെക്കാം. സോറി, അപ്പോൾ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല, എനിക്കിത് കാണിക്കാതിരിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ റിസ്ക് എടുത്ത് വന്നത് എനിക്ക് ഇല്ല. ഓക്കെ, ഞാൻ അല്ല, എനിക്കിത് കാണിക്കാതിരിക്കാൻ പറ്റില്ല. കുറെ ആളുകൾ സംശയം തരുന്ന പറയാ സതീശൻ നിങ്ങളെ കൂടെ ഉണ്ട്. സോറി മക്കളെ, ഞാൻ അങ്ങനെ കള്ളത്തരെന്ന് പറയുന്നില്ല, ഇതിൽ പെട്ടല്ല. അപ്പം ഞാൻ എന്താ വെച്ചാൽ എനിക്ക് ഇത് ആദ്യത്തെ അനുഭവമാണ്. ഞാനങ്ങനെ ഇവരുടെ കൂടെ പോകാറില്ല, പലപ്പോഴും വിളിക്കാറുണ്ട്. വിളിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതേപോലെ ഇന്ന് ഈ വന്ന കാര്യം എൻ്റെ അടുത്ത് കുറേ മുന്നേ തൊട്ടിട്ട് ഒന്ന് വരുന്നോ വെറുതെ ഒരു വെറുമാക്കി ചോദിക്കുമല്ലോ. അപ്പോൾ ഒക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതേപോലെ ഒന്ന് വരണമെന്ന്. അത് ഇപ്പോഴാണ് വരാൻ കഴിയുന്നത്, അല്ലാതെ ഞാൻ ഇതിനു മുമ്പ് ഇവരുടെ കൂടെ പോകാൻ എനിക്ക് കഴിഞ്ഞില്ല, അവസരം കിട്ടിയില്ല. ഇവരാരെയും കൊണ്ടുപോകില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇവരെ സോളോ ക്യാമ്പിംഗ് ആണ്. ഒറ്റയ്ക്ക് ഇതേപോലെ വന്നിട്ട് ഇതേപോലെ വെച്ചാൽ ഇപ്പോൾ ഇവർ രണ്ടുപേരുണ്ട്, പക്ഷേ ഒറ്റയ്ക്കാണ് ഇവർ രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ക്യാമറ ആംഗിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. സോറി, എനിക്കിത് കാണിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് കൈ കഴുകാതെ നിൽക്കുന്നത് എന്താ വെച്ചാൽ ഇനി കുഴക്കുന്നതിൻ്റെ ബാക്കി ഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ക്യാമറ ഒന്ന് തിരിച്ചു വെക്കണം. അങ്ങനെ 3-4 തരത്തിൽ തിരിച്ചു വെച്ചതിന് ശേഷമാണ് ഒരു കഴുകൽ, ഒരു ചിക്കൻ കഴുകുന്നതിൻ്റെ ഒരു വിഷ്വൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 3-4 ആംഗിളിൽ വെച്ചിട്ട്. അപ്പോൾ അതാണ്, അങ്ങനെയാണ് ചെയ്യുന്നത്, റിസ്ക്കാണ്. അപ്പോൾ ഓക്കെ, ഞാൻ ബാക്കി വിശേഷങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, ഇതിന് ഓക്കെ വെക്കാം. താങ്ക് യു. അടുത്ത ഇത് വെക്കുന്നുണ്ടല്ലേ, വാട്ടർ പ്രൂഫ് ആണല്ലോ. ഇത് സ്വന്തമായിട്ട് സെറ്റ് ചെയ്താണോ? ഇതൊക്കെയാണ് ഇവരുടെ റിസ്ക്. ഇതൊന്നും ആരും അറിയുന്നത്, ഇതെങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. ഇനിയിപ്പോൾ അടുത്ത ആംഗിളിന് വേണ്ടിയിട്ട് ഇവിടെ വെക്കുകയാണ്, സ്റ്റാൻഡിൽ വെക്കുകയാണ്. മഴ പെയ്യുന്നുണ്ട്. എന്താ ഈ സെറ്റപ്പ് രാവിലെ ആയിരുന്നു പൊളിച്ചാണ് കേട്ടാ. ഇത് രാവിലെ ആയിരുന്നെങ്കിലേ പൊളിച്ചാണ്. രാത്രി അപ്പോൾ ഈ ഒരു റിസ്ക് പ്രേക്ഷകരെ നിങ്ങളെല്ലാവരും കാണുക, നമ്മുടെ ചങ്ക് ബ്രോസ് എല്ലാവരും കാണുക കേട്ടോ. എല്ലാവരും കണ്ട് മനസ്സിലാക്കുക. ഇങ്ങനെ ഇവർ റിസ്ക് എടുക്കുന്നത് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ സോളോ ആണെങ്കിൽ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. നൗസ് ഒറ്റയ്ക്ക് ചെയ്യും, അതുപോലെ തന്നെ മാഹിക്കാരനും ഒറ്റയ്ക്ക് ചെയ്യും. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ. ഈ കാഴ്ചകളൊക്കെയാണ് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട്, ഈ കാഴ്ചകൾ കാണിക്കാനാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ കേട്ടോ, ഏകദേശമൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. മഴയത്ത് ചിക്കൻ ചുട്ടോണ്ടിരിക്കുക. ടേക്കാണോ? ക്യാമറ വെച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, ഇതാണ് പരിപാടി. ഇതാണ്ടല്ലേ ക്യാമറ വെച്ചിട്ട് ഇതിപ്പോൾ ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് മഴ, ഒരു ഭാഗത്ത് ചിക്കൻ ചുട്ടോണ്ടിരിക്കുക. ഇതാണ് നൗഷു അവിടെ ക്യാമറ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ പരിപാടി. ഇപ്പോൾ ഇങ്ങനെ ഒന്നിലേക്ക് ഒന്ന് മാറ്റി വെക്കുമ്പോഴത്തേക്ക് ഇത്രയും സമയമെടുക്കും. ഒരു ആംഗിൾ വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിങ്ങനെ കത്തിക്കണം അല്ലേ? അങ്ങനെയുള്ള ഒരുപാട് റിസ്ക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, കഴിക്കാനാകുമ്പോൾ ഏകദേശം ആയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. എനിക്ക് ഇവൻ്റെ ഈ ചിക്കൻ ഉണ്ടല്ലോ,
ചിക്കൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ചിക്കനിൽ മസാലയൊക്കെ തേച്ചിട്ട് ഇവൻ്റെ ഒരു കൈപ്പുണ്യമുണ്ട്, അത് എനിക്ക് നേരത്തെ അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും വളരെയധികം ഒരു ഫീല് തോന്നുന്നുണ്ട്. അത് ഈ ഒരു ഫീല് നേരത്തെ അനുഭവപ്പെടാത്തതാണ് കേട്ടോ. എന്താ കാര്യം വെച്ചാൽ കുറേ ദൂരം ഉള്ളിലേക്ക്, വനത്തിൻ്റെ കുറേ കാടിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഇവിടെ വന്ന് ഈ രാത്രിയിൽ ഈ മഴയത്തുള്ളൊരു വൈബ് ഉണ്ടല്ലോ, ഈ ഒരു വൈബ് നമുക്ക് ഒരിക്കലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇത് സൂപ്പറാണ്. സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കഴിച്ചാൽ തന്നെ അറിയുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ടൊരു ഫീൽ ഉണ്ടല്ലോ, അതും ഇവിടെ വന്നാൽ തന്നെ അറിയുള്ളൂ. അപ്പം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഒരുപാട് കാശൊക്കെ മുടക്കിയിട്ട് ഒരുപാട് വലിയ വലിയ റിസോർട്ടിലോ അല്ലെങ്കിൽ വലിയ ഹോട്ടൽ മുറിയിലൊന്നും കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടാത്തൊരു ഫീല് നമുക്ക് ഇവിടെ എത്തിച്ചേരുന്ന സമയത്തുണ്ട്. അതിന് ഒരുപാട് കാശ് മുടക്കിയാൽ കിട്ടാവുന്നതല്ല, ഒരു ഭാഗ്യമാണ്. ഞാൻ അഹങ്കരിച്ചുകൊണ്ട് പറയുകയല്ല കേട്ടോ. എന്താ വെച്ചാൽ ഇവരുടെ കൂടെ എനിക്ക് വരാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഞാൻ ഈ ഭാഗ്യം നിങ്ങളെ അറിയിക്കുന്നത് എന്താ വെച്ചാൽ പലർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും ഈ വീഡിയോ കണ്ടിട്ട്, ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ കണ്ട്. കാരണം എൻ്റെ വീഡിയോയിൽ തന്നെ നേരത്തെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇങ്ങനെയുള്ള ഭംഗിയുള്ള ഇത്രയും ഹൈറ്റിലൊക്കെ ചെന്ന് ഓരോ കാടിൻ്റെ ഉള്ളിലും അവിടെയും ഇവിടെയൊക്കെ ചെല്ലുന്ന സമയത്ത് നിങ്ങളെപ്പോലെ എനിക്ക് പോകാൻ കഴിയുന്നില്ലോ എന്ന്. അപ്പോൾ ആരും വിഷമിക്കണ്ട. എന്താ വെച്ചാൽ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഇവരൊക്കെ ദിവസം എന്നല്ല, ഇതിന് മുൻപ് വീഡിയോയിലൊക്കെ ചെയ്തിരിക്കുന്ന റിസ്ക് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ ഇവരുടെ കൂടെ ഇവിടെ വരാൻ കഴിഞ്ഞതിലാണ്. ഈ റിസ്ക് മനസ്സിലാക്കാനും നിങ്ങളോട് പങ്കുവെക്കാനും കൂടി മാത്രമാണ് ഞാൻ ഇവരോടൊപ്പം ഇപ്പോൾ ഇന്ന് വന്നത്. ഇതിൽ മഴ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല, മഴ ഇപ്പോൾ കിട്ടി. മഴയിൽ പുതിയ അനുഭവം കിട്ടി. ഇതാ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഈ തീ കെട്ടുപോകുമെന്ന് വിചാരിച്ചു, പക്ഷേ കെട്ടില്ല. അതൊരു വലിയ ഭാഗ്യം. ഈ ഒരു കൂടാരത്തിനുള്ളിലാണ് ഇനി ഇവിടെ കിടക്കുന്നത്. പിന്നെ ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് ഇപ്പോൾ പോയേ ഉള്ളൂ, പോയിട്ടില്ല. അടുത്ത ക്യാമറ വെക്കണോ? നിങ്ങൾ ക്യാമറ ചെയ്. അപ്പോളേ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല, ഇനി കിടക്കുകയാണ് ദിവസം എന്നാണ് പറയുന്നത്. കാരണം ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഇവിടുന്ന് തിരിച്ച് ഇങ്ങനെ പോകാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നേരം വെളുക്കാനായിപ്പോൾ ഏകദേശം. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞു. നാളെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഡ്രസ്സ് പോലും മാറാനില്ലാതെ വന്നിട്ടില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ആവശ്യമില്ല, 2-3 ദിവസം എന്തായാലും ഈ കാട്ടിൽ താമസിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ക്യാമറ നനയുന്നുണ്ട് അല്ലേ? എന്താണെന്ന് വെച്ചാലേ ക്യാമറ നനയുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇത് കട്ട് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളിത് അടിപൊളിയായിട്ട് ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കുക. അതെ, ചിക്കൻ കഴിഞ്ഞു. നിന്റെ ചിക്കൻ കഴിഞ്ഞു, കൈകി വന്നു. ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ട്. പിന്നെ അപ്പോൾ അവൻ അകത്ത് കയറി. ലൈറ്റ് നേരെ വെക്കടാ. അപ്പൊ എന്തായാലും ഇത് കഴിച്ചിട്ട് കടന്നിട്ട് കാണിക്കാലടാ. അതെ അതെ, ഓക്കെ. കട്ട് ചെയ്യട്ടാ, കട്ട് ചെയ്തോട്ടോ. ഞാൻ എന്താ അറിയോ ഇവരോട് സംസാരിക്കും, അങ്ങനെ കിടക്കുന്ന പ്രശ്നം പായിട്ടിട്ട് നീട്ടി കിടക്കണം. നോക്കട്ടെ. ഫുഡൊക്കെ കഴിച്ചു, ഇനിയിപ്പോൾ കിടക്കാൻ പോവാണ് കേട്ടോ. ഈ കിടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ കിടക്കാൻ പോകുന്ന പോലെ ബെഡിലേക്കാണ്ട് കയറി കിടക്കല്ല. എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഇതാകണ്ടല്ലോ, ഈ പുല്ലിൽ ടാർപ്പായ വിരിച്ചിട്ട് ഈ ടാർപ്പായയിൽ ടെൻറ്റ് വെച്ചിട്ട് ഇതാ നമ്മളെ പണിക്കാരന് ഇരിക്കാനുണ്ടോ നൗസു. ഇവൻ കയറിയിട്ട് വേണം എനിക്ക് അകത്തോട്ട് കയറാൻ. അപ്പം ഞങ്ങൾ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ കിടക്കണം. അപ്പോൾ എന്താ വെച്ചാൽ മേലെ ഇതാ ടാർപ്പായിട്ട് മൂടിയിരിക്കുക, ഇതാ കണ്ടല്ലോ. അവൻ ആദ്യം ഈ ടാർപ്പായ കൊണ്ട് നീളത്തിൽ വിരിച്ചിട്ട് ബാക്കിയുള്ള ഈ ഇത്രയും ടാർപ്പായ എന്തിനാന്ന് ചോദിച്ചു എന്നോട്. എന്തിനാണെന്നറിയുമെന്ന് ചോദിച്ചു. എന്നിട്ട് കാണിച്ചു തന്നു, ഇങ്ങനെ മേലെ കൂടെ ഇടാനാണ് മഴ പെയ്താലെന്ന് പറഞ്ഞു. അപ്പോൾ മഴ പെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്നും കത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷേ കത്തി നന്നായിട്ട്, കോഴി നന്നായിട്ട് ചുട്ടെടുക്കാൻ പറ്റി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, മസാലയൊക്കെ തേച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉള്ളിലേക്ക് ഒരുപാട് ഉള്ളിലേക്ക് നടന്നു വന്നാണ്. ഒരു 1.5 മണിക്കൂറെങ്കിലും ഞങ്ങളെ അവിടെ നിന്ന് ഇവിടെ എത്താൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ചാൽ കുറഞ്ഞ ഷോർട്സ് എടുക്കാൻ പറ്റിയുള്ളൂ. പക്ഷേ വളരെയധികം ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവരെ രണ്ടുപേരുടെ ചാനലിലും അതുണ്ടാവും. അപ്പോൾ പണിക്കാരനും മാഹിക്കാരനും. പിന്നെ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ കൂടുതൽ ഇപ്പോൾ പറഞ്ഞിരിക്കാനുള്ള സമയമില്ല, നേരം വെളുക്കാനായി. ഇന്നിപ്പോൾ വേഗം കയറി കിടന്നുറങ്ങണം. ഇന്ന് ഭയങ്കര സമയം പോയി. എനിക്ക് തോന്നുന്ന സമയം എന്തായി, 2 മണിയെങ്കിലും ആയിട്ടുണ്ടാവും. ഞാൻ നേരത്തെ നോക്കുമ്പോൾ 1:30 ആയിട്ടുണ്ട്. അപ്പോൾ 2 മണി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതെ. അതുപോലെ മാഹിക്കാരനെ അവിടെയാണ് കിടക്കുന്നത്. നമുക്ക് ഈ മാഹിക്കാരനെ അവിടെയാണ് കിടക്കാൻ പോകുന്നത്. അപ്പം എന്താ വെച്ചാൽ ഞങ്ങളിവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറി കിടക്കുകയാണ്. ഇതൊക്കെ സ്ലിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏജന്തുകളൊന്നും കയറില്ല. പിന്നെ മൃഗങ്ങളെന്തെങ്കിലും വരുമെന്നൊക്കെ ഞാൻ വീണ്ടും ചോദിച്ചു. പക്ഷെ അവൻ പറഞ്ഞു അങ്ങനെ ഒരു വിശ്വാസമുണ്ടല്ലോ, വിശ്വാസമാണ്. പിന്നെ അങ്ങനെ വരുമൊന്നുമില്ല.
ഒരു വിശ്വാസമാണ്. അങ്ങനെ നമ്മളെ അടുത്തോട്ട് വന്നിട്ടില്ല. അപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പുറത്താണല്ലോ അകത്താണല്ലോ എന്നാ കേറി വേഗം, നീ കേറിട്ട് വേണം എനിക്ക് കയറാൻ. അപ്പം അങ്ങനെയാണ്. എന്തായാലും ഇനിയിപ്പോൾ കിടന്നുറങ്ങി കഴിഞ്ഞ് രാവിലെ എണീറ്റിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ രാവിലത്തെ ഇതിൽ ഞാൻ പറയാം. ഓക്കെ. അപ്പം ഞാൻ കയറി അകത്തേക്ക് എടുക്കുമ്പോഴത്തേക്ക് നീ എങ്ങോട്ടാണ് പോകുന്നത്? ഫുഡൊക്കെ കഴിച്ചു, ഇനിയിപ്പോൾ കിടക്കാൻ പോവാണ് കേട്ടോ. ഈ കിടക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ വീട്ടിൽ കിടക്കാൻ പോകുന്ന പോലെ ബെഡിലേക്കാണ്ട് കയറി കിടക്കല്ല. എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഇതാകണ്ടല്ലോ, ഈ പുല്ലിൽ ടാർപ്പായ വിരിച്ചിട്ട് ഈ ടാർപ്പായയിൽ ടെൻറ്റ് വെച്ചിട്ട് ഇതാ നമ്മളെ പണിക്കാരനെ ഇരിക്കാനുണ്ടോ നൗസു? ഇവൻ കയറിയിട്ട് വേണം എനിക്ക് അകത്തോട്ട് കയറാൻ. അപ്പം ഞങ്ങൾ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ കിടക്കണം. അപ്പോൾ എന്താ വെച്ചാൽ മേലെ ഇതാ ടാർപ്പായിട്ട് മൂടിയിരിക്കുക, ഇതാ കണ്ടല്ലോ. അവൻ ആദ്യം ഈ ടാർപ്പായ കൊണ്ട് നീളത്തിൽ വിരിച്ചിട്ട് ബാക്കിയുള്ള ഈ ഇത്രയും ടാർപ്പായ എന്തിനാന്ന് ചോദിച്ചു എന്നോട്. എന്തിനാണെന്നറിയുമെന്ന് ചോദിച്ചു. എന്നിട്ട് കാണിച്ചു തന്നു, ഇങ്ങനെ മേലെ കൂടെ ഇടാനാണ് മഴ പെയ്താലെന്ന് പറഞ്ഞു. അപ്പോൾ മഴ പെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്നും കത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷേ കത്തി നന്നായിട്ട്, കോഴി നന്നായിട്ട് ചുട്ടെടുക്കാൻ പറ്റി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, മസാലയൊക്കെ തേച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉള്ളിലേക്ക് ഒരുപാട് ഉള്ളിലേക്ക് നടന്നു വന്നാണ്. ഒരു 1.5 മണിക്കൂറെങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ എത്താൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ചാൽ കുറഞ്ഞ ഷോർട്സ് ആണ് എടുക്കാൻ പറ്റിയുള്ളൂ. പക്ഷേ വളരെയധികം ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. രണ്ടുപേരുടെ ചാനലിലും അതുണ്ടാവും. അപ്പോൾ പണിക്കാരനും മാഹിക്കാരനും. പിന്നെ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ കൂടുതൽ ഇപ്പോൾ അത് പറഞ്ഞിരിക്കാനുള്ള സമയമില്ല, നേരം വെളുക്കാനായി. ഇനിയിപ്പോൾ വേഗം കയറി കിടന്നുറങ്ങണം. ഇത് ഭയങ്കര സമയം പോയി. എനിക്ക് തോന്നുന്ന സമയം എന്തായി, 2 മണിയെങ്കിലും ആയിട്ടുണ്ടാവും. ഞാൻ നേരത്തെ നോക്കുമ്പോൾ 1:30 ആയിട്ടുണ്ട്. അപ്പോൾ 2 മണി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതെ. അതുപോലെ മാഹിക്കാരനെ അവിടെയാണ് കിടക്കുന്നത്. നമുക്ക് ഈ മാഹിക്കാരനെ അവിടെയാണ് കിടക്കാൻ പോകുന്നത്. അപ്പം എന്താ വെച്ചാൽ ഞങ്ങളിവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറി കിടക്കുകയാണ്. ഇതൊക്കെ സിബൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജന്തുക്കളൊന്നും കയറില്ല. പിന്നെ മൃഗങ്ങളെന്തെങ്കിലും വരുമെന്നൊക്കെ ഞാൻ വീണ്ടും ചോദിച്ചു. പക്ഷെ അവൻ പറഞ്ഞു അങ്ങനെ ഒരു വിശ്വാസമാണ്. ഒരു വിശ്വാസമാണ്. നമ്മളെ അടുത്തോട്ട് വന്നിട്ടില്ല. അപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പുറത്താണല്ലോ അകത്താണല്ലോ. എന്നാ കേറി വേഗം, നീ കേറിട്ട് വേണം എനിക്ക് കയറാൻ. അപ്പം അങ്ങനെയാണ്. എന്തായാലും ഇനിയിപ്പോൾ കിടന്നുറങ്ങി കഴിഞ്ഞ് രാവിലെ എണീറ്റിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ രാവിലത്തെ ഇതിൽ ഞാൻ പറയാം. ഓക്കെ. അപ്പം ഞാൻ കയറി അകത്തേക്ക് എടുക്കുമ്പോഴത്തേക്ക് നീ എങ്ങോട്ടാണ് പോകുന്നത്? നീ കേറിയിട്ട് പറയാം ഇവിടെയാണ് കിടക്കുന്നത്, ബാക്കി രാവിലെ പറയാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെയാണ്, ഇങ്ങനെയാണ് കിടക്കുക കേട്ടോ. കിടക്കാനുള്ള സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഞാനിങ്ങനെ നീ കിടന്നു കഴിഞ്ഞാൽ അവനൂടെ കിടക്കാൻ പറ്റും. പിന്നെ ഉറുമ്പാണെന്നറിയാം. ഒരു ഉറുമ്പാണ് അതുകൊണ്ടില്ലേ. ഇതാ കണ്ടോ, ഞാൻ പേടിച്ചു പോയി. ഒരു ഉറുമ്പ് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു ഉറുമ്പാണ് കേട്ടോ അത്. പേടിച്ചു പോയി. കടിച്ച കടയുന്നൊരു ഉറുമ്പുണ്ട്, അതെല്ലാം കണ്ട് പോയി. അപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കുക അതുകൊണ്ടല്ലേ, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് കിടക്കാനുള്ള പരിപാടി നോക്കട്ടെ. അവൻ ക്യാമറ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, എന്നാൽ ഓക്കെ, ഗുഡ് നൈറ്റ്. അവനും കൂടി വന്ന് ഞങ്ങളിവിടെ ലൈറ്റ് ഓഫാക്കി സിബിട്ട് ഇതിനകത്ത് കിടക്കും. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്. ബാക്കി രാവിലെ. ഓക്കെ, താങ്ക് യു.